എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഗാസയ്ക്കു വേണ്ടി നിലകൊണ്ടത്? ഒരുപാട് പേർ പാപ്പയെ വിമർശിച്ചത് ഈ ചോദ്യം ഉയർത്തിയാണ്. സൺഡേ ശാലോം പുതിയ ലക്കം എഡിറ്റോറിയലിലൂടെ മാനേജിംഗ് എഡിറ്റർ KJ മാത്യു ഇതിനുള്ള ഉത്തരം നൽകുന്നത് കേൾക്കുക. കുടിയേറ്റക്കാരോടുള്ള സവിശേഷമായ ഒരു ആർദ്രത പാപ്പയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇത് ഒട്ടേറെ വിമർശനങ്ങൾക്കിടയാക്കിയെങ്കിലും മാർപ്പാപ്പ തന്റെ നിലപാട് മാറ്റിയില്ല. കാരണം അദ്ദേഹം തന്നെ കുടിയേറ്റത്തിന്റെ സന്തതിയായിരുന്നല്ലോ. കുടിയേറ്റക്കാരുടെ ആശ്വാസമേ എന്ന പ്രാർത്ഥന പാപ്പ ലുത്തിനിയയിൽ ഉൾപ്പെടുത്തി. രാജ്യങ്ങൾക്ക് അവരുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുവാനുള്ള അവകാശം ഉള്ളപ്പോൾ പോലും ദരിദ്രരുടെ വഴി കൊട്ടിയടക്കരുതെന്ന് അദ്ദേഹം നിരന്തരം ആഹ്വാനം ചെയ്തു. മതിലുകൾ പണിയേണ്ടവരല്ല, പാലങ്ങൾ പണിയേണ്ടവരാണ് രാഷ്ട്ര നേതാക്കൾ എന്ന് പാപ്പ അവരെ ഓർമ്മിപ്പിച്ചിരുന്നു. സകല മർത്യരുടെയും ദൈവമാണ് കർത്താവ്. ജെറമിയ 32:27. അങ്ങനെയെങ്കിൽ ഗാസയിലെ ജനങ്ങളും ആ കർത്താവിന്റെ മക്കൾ തന്നെയാണ് എന്ന കാഴ്ചപ്പാടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചത്. ആ കർത്താവിന്റെ ഭൂമിയിലെ സ്ഥാനപതിക്ക് അങ്ങനെയുള്ളൊരു വിശാല നിലപാട് എടുക്കുവാനേ സാധിക്കുകയുള്ളൂ. ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പാപിനിയായ സ്ത്രീയോട് പറഞ്ഞ ക്രിസ്തുവിന്റെ മനസ്സായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. അദ്ദേഹവും ആരെയും വിധിക്കുവാൻ മുതിർന്നില്ല. പാപികളെ ചേർത്തുപിടിച്ച് അവരിലേക്ക് ക്രിസ്തുവിന്റെ കരുണയും സ്നേഹവും ക്ഷമയും ഒഴുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ജാതിമത വർണ്ണ വർഗഭേദമന്യേ ലോകമെമ്പാടും അനസ്യൂതം പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കരുണയുടെ സൂര്യൻ അസ്തമിച്ചു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഇറ്റലിയിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പരിശുദ്ധ പിതാവ് മരണത്തിന്റെ വക്കോളം എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്യുവാൻ ആശുപത്രി പരിസരത്ത് തമ്പടിച്ചിരുന്ന മാധ്യമപ്രവർത്തകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത പിതാവ് തന്റെ അവസാന ഈസ്റ്റർ സന്ദേശം നൽകുകയും നഗരത്തിനും ലോകത്തിനുമുള്ള ആശീർവാദം നൽകുകയും ചെയ്തതിനു ശേഷമാണ് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത്. പരിശുദ്ധ പിതാവിന്റെ ഇത്തരത്തിലുള്ള വേർപാട് തന്നെ 2 സന്ദേശങ്ങൾ നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. ഒന്ന്, ജീവന്റെയും മരണത്തിന്റെയും നാഥൻ കർത്താവാണ്. അവിടുന്ന് നിശ്ചയിക്കുന്ന സമയത്തു മാത്രമേ ഒരു വ്യക്തി ഈ ലോകം വിട്ടു പോവുകയുള്ളൂ. 2, അവിടുന്ന് ആയുസ് നൽകുന്നത് ചില പ്രത്യേക നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാനാണ്. അത് സഫലമായ ജീവിതമായി കണക്കാക്കപ്പെടും. പ്രശസ്ത ആംഗലേയ കവി റോബർട്ട് ഫ്രോസ്റ്റ് ദ റോഡ് നോട്ട് ടേക്കൻ എന്ന ശീർഷകത്തിലുള്ള തന്റെ കവിതയിൽ ലോകത്തിലെ ജനങ്ങളെ 2 ഗണങ്ങളായി പരിഗണിക്കുന്നുണ്ട്. മറ്റുള്ളവർ നടക്കുന്ന സുഗമമായ വഴി തിരഞ്ഞെടുക്കുന്നവരാണ് ആദ്യത്തെ കൂട്ടർ. എന്നാൽ അധികം ആരും സഞ്ചരിക്കാത്ത പാതയെ പുൽകുന്ന ചില ഒറ്റയാന്മാരുണ്ട്. അവരാണ് ലോകത്തിന്റെ ഗതിയെ നിർണയിക്കുന്നത്. ഈ 2ാമത്തെ ഗണത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനം. തന്റെ മുൻഗാമികളിൽ ആരും സ്വീകരിക്കാത്ത ഒരു പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. അസീസിയിലെ ദരിദ്ര പുണ്യവാന്റെ പേര്. അത് അദ്ദേഹത്തിനൊരു ബാധ്യതയായില്ല, മറിച്ച് ഒരു ജീവിത ശൈലിയായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിന്റെ കാലടിപ്പാടുകളെ പിന്തുടർന്ന പിതാവ് പേപ്പസിയുടെ ആഡംബരത്തിന്റെ ഭാരം ലഘൂകരിച്ചു പല മേഖലകളിലും. വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയിലെ ആഡംബരങ്ങൾ വേണ്ടെന്നു വെച്ച് പകരം അതിഥി മന്ദിരത്തിലെ മുറികൾ സ്ഥിരവാസത്തിന് തിരഞ്ഞെടുത്തു ഫ്രാൻസിസ് പാപ്പ. അധികാര ചിഹ്നമായ മോതിരത്തിൽ സ്വർണമൊഴിവാക്കിയ അദ്ദേഹം മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയായ ഗണ്ടോൾഫോ കൊട്ടാരത്തിന്റെ പ്രൗഢി ഉപേക്ഷിച്ച് വത്തിക്കാനിലെ ഓഫീസിൽ തന്നെ വേനൽക്കാലം ചെലവഴിച്ചു. മാർപ്പാപ്പമാർ പരമ്പരാഗതമായി ധരിക്കുന്ന ചുവന്ന ഷൂസും സ്വർണക്കുരിശും ത്യജിച്ച പാപ്പ താൻ ധരിച്ചിരുന്ന വെള്ളിക്കുരിശുമാലയും കറുത്ത ഷൂസും തുടർന്നും ധരിക്കുവാൻ തീരുമാനിച്ചു. ഈ ലാളിത്യം തന്റെ മരണം വരെ തുടർന്നു ഫ്രാൻസിസ് പാപ്പ. തന്റെ മൃതശരീരം സാധാരണ തടിപ്പെട്ടിയിൽ അടക്കിയാൽ മതിയെന്നും അത് ഉയരത്തിൽ വയ്ക്കരുതെന്നും അദ്ദേഹം നിഷ്കർഷിച്ചു. ഈ ലളിത ജീവിതശൈലി അനേകായിരങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചതുകൊണ്ടാണല്ലോ കാലിത്തൊഴുത്തിൽ ജനിച്ച ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായി എന്ന് ഒരു പ്രശസ്ത എഴുത്തുകാരൻ പാപ്പയെ വിശേഷിപ്പിച്ചത്. സുവിശേഷം പ്രസംഗിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണെന്ന് പഠിപ്പിച്ച വിശുദ്ധന്റെ വഴിയിലൂടെ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടന്നത്. ആടുകളുടെ മണമുള്ളവരായിരിക്കണം ഇടയന്മാർ എന്ന അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് പാപ്പ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ആളുകൾക്ക് കൈകൊടുത്തും
കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ചുംബിച്ചും മുന്നോട്ട് നീങ്ങിയിരുന്ന തന്റെ പിൻഗാമിയുടെ ശൈലി ബെനഡിക്റ്റ് മാർപ്പാപ്പയെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന നിഷ്കളങ്ക സ്നേഹം ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ മുഖത്തും പ്രകടമായിരുന്നു. കൊച്ചുകുഞ്ഞുങ്ങളുടേതിന് സമാനമായ നിഷ്കളങ്ക ഭാവമാണ് പാപ്പായെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നതെന്ന് ഒരു രാഷ്ട്രീയ നേതാവ് സാക്ഷ്യപ്പെടുത്തിയത് അതുകൊണ്ടാണ്. കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്ത അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമ്മുടെ നാളുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായിലൂടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപൂർവമായ ഒരു മനുഷ്യനെ മാർപ്പാപ്പ ആലിംഗനം ചെയ്തത് വലിയ ലോകശ്രദ്ധ നേടിയിരുന്നു. എല്ലാവരാലും അവഗണിക്കപ്പെട്ട് വലിയ വേദനയിലൂടെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് പാപ്പയുടെ ആലിംഗനം പ്രകാശത്തിലേക്കുള്ള പടിവാതിലായി. എന്റെ ജീവിതം അതിനുശേഷം വളരെ സന്തോഷകരമായി തീർന്നു എന്ന് റിവ തന്റെ മരണത്തിനു മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട എത്രയോ അനാഥരെ സനാഥരാക്കുവാൻ മാർപ്പാപ്പായ്ക്ക് കഴിഞ്ഞു. പ്രായമുള്ളവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് പുതുതലമുറയോട് അവരുടെ ഭാഷയിൽ സംവേദനം ചെയ്യുവാനുള്ള കഴിവില്ലായ്മ. 88-കാരനായ പാപ്പയ്ക്ക് ഈ പ്രശ്നം അശേഷമില്ലായിരുന്നു. അദ്ദേഹം അവരുടെ ഭാഷയിൽ സംസാരിച്ചത് അതിശയത്തോടുകൂടി മാത്രമേ കാണുവാൻ സാധിക്കൂ. മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് അല്ല സന്തോഷം. നെറ്റ്വർക്ക് ഉള്ളിടത്ത് മാത്രം പോകുന്നുവെന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. കുടുംബം, ഇടവക, സ്കൂൾ എന്നിവ ഉൾപ്പെടുന്ന നെറ്റ്വർക്ക് തുടങ്ങിയ ന്യൂജൻ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് പാപ്പ യുവാക്കളോട് ആശയവിനിമയം മനോഹരമായി നടത്തിയിരുന്നു. പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന കർദിനാൾ ഓർമ്മിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ പ്രശ്നസങ്കീർണവും അനാഥവുമായ ഈ കാലഘട്ടത്തിൽ ഒരു മാതാവിനെയും പിതാവിനെയും സഭാമക്കൾക്ക് തന്റെ പിതൃസ്വത്തായി നൽകിയിട്ടാണ് പാപ്പ കടന്നുപോയത്. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപ്പിതാവിനോടുമുള്ള സവിശേഷ ഭക്തി, ഉറങ്ങുന്ന യൗസേപ്പിതാവിനോടുള്ള ഭക്തി ഫ്രാൻസിസ് പാപ്പായുടെ സംഭാവനയാണ്. തികച്ചും ഒരു മരിയ ഭക്തനായിരുന്ന പാപ്പ അന്ത്യവിശ്രമത്തിനായി തെരഞ്ഞെടുത്തതും അമ്മയുടെ മടിത്തട്ടിലാണെന്നതും ശ്രദ്ധേയമാണ്. പാദമുദ്രകൾ അവശേഷിപ്പിച്ച് കടന്നു പോകുന്നവരാണ് മഹാന്മാർ. അവരുടെ ആശയങ്ങൾക്ക് മരണമില്ല, അവ തലമുറകളിലൂടെ ജീവിക്കും. ആ അർത്ഥത്തിൽ നമുക്കും പറയാം, വിവ ഇൽ പാപ്പ, പാപ്പ നീണാൾ വാഴട്ടെ. Cari fratelli e sorelle, buona Pasqua.